കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് പരിപാടിക്കിടെയുണ്ടായ സംഘർഷത്തിൽ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റ് 15 വയസ്സുകാരൻ മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നു. ഷഹബാസിന്റെ വലത് ചെവിയുടെ മുകളിലായി തലയോട്ടി തകർന്നുവെന്നും കട്ടിയുള്ള ആയുധം കൊണ്ടുള്ള അടിയിലാണ് പരിക്കേറ്റതെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നെഞ്ചിനേറ്റ മർദ്ദനത്തിൽ ആന്തരിക രക്തസ്രാവമുണ്ടായി. ചെവിയുടെ പിന്നിലും കണ്ണിലും മർദ്ദനമേറ്റതായി തെളിയിക്കുന്ന കണ്ടെത്തലുകളാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. കട്ടിയേറിയ ആയുധം ഉപയോഗിച്ചാണ് ഷഹബാസിനെ മർദ്ദിച്ചതെന്നാണ് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ ഇപ്പോൾ 5 പ്രതികളാണ് പിടിയിലായിരിക്കുന്നത്. പ്രതികൾ നഞ്ചക്ക് ഉപയോഗിച്ചാണ് ഷഹബാസിനെ ആക്രമിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. പ്രതികൾക്കെതിരെ ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസിന് ലഭിച്ചിരിക്കുന്നു. അതേസമയം 5 വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് തള്ളുകയായിരുന്നു. പ്രതികളെ പോലീസ് ഇക്കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്ന് പുലർച്ചെ ഷഹബാസ് മരിച്ചതോടെയാണ് വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയത്. വിദ്യാർത്ഥികളെ വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുമെന്നാണ് വിവരങ്ങൾ. അതായത് സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ യാത്രയപ്പിനോടനുബന്ധിച്ച് നടന്ന പരിപാടിക്ക് പിന്നിലുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ സംഘർഷത്തിൽ കലാശിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഷഹബാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. രാത്രി 12:30യോടെ ഷഹബാസിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ചുങ്കം പാലേറിക്കുന്നിൽ മുഹമ്മദ് ഷഹബാസ് ആണ് മരണപ്പെട്ടത്. ഏളേറ്റിൽ വട്ടോളി MG ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ്. ട്യൂഷൻ സെന്ററിലുണ്ടായ സംഘർഷത്തിന് പിന്നാലെ വ്യാഴാഴ്ച വൈകിട്ട് ഷഹബാസിനെ താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. രാത്രിയോടെ ഛർദിയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായതിനെ തുടർന്ന് ഷഹബാസിനെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും എത്തിച്ചു. ICUവിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഷഹബാസ്. ഇന്ന് പുലർച്ചെ 1 മണിയോടെ മരണപ്പെടുകയായിരുന്നു. കേസിൽ പ്രതികളായ 5 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോൾ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിരിക്കുകയാണ്. ഇവരുടെ ജാമ്യാപേക്ഷ തള്ളി 5 പേരെ ജുവനൈൽ ഹോമിലേക്ക് അയക്കുമെന്നാണ് വിവരങ്ങൾ. അതേസമയം വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. ട്യൂഷൻ സെന്ററിലെ സംഘർഷത്തിന് ശേഷം പ്രതികളായ വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമങ്ങളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രതികാര നടപടികൾക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. കരാട്ടയിൽ ഉപയോഗിക്കുന്ന നഞ്ചക്ക് കൊണ്ടുള്ള ആക്രമണത്തിലാണ് ഷഹബാസിന് ഗുരുതരമായി പരിക്കേറ്റതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നഞ്ചക്ക് ലഭിക്കാൻ മുതിർന്നവരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമാണ് ഇനി പരിശോധിക്കുന്നത്. പ്രതികൾ അംഗങ്ങളായ സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ പ്രായപൂർത്തിയായവരുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നതുണ്ടെങ്കിൽ അവർക്കെതിരെയും കേസെടുക്കുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.